അതെ കൂട്ടുകാരെ, എല്ലാവരും ഉച്ചക്കത്തെ ചോറൊക്കെ ഉണ്ടോ? എന്തായിരുന്നു എല്ലാവർക്കും കറി? ഇന്ന് എന്റെ കറി ഇതാണ്. നല്ല വിഷരഹിതമായ മൈക്രോഗ്രീൻ കിളിർപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന്റെ പകുതി ഞാൻ വെട്ടിയെടുത്തു, പകുതി നാളത്തേക്ക് വെച്ചേക്കാം. ഫ്രിഡ്ജിൽ വെക്കണ്ട, ഇങ്ങനെ തന്നെ ഇത്തിരി വെള്ളം തളിച്ചിട്ട് വെച്ചിരുന്നാൽ മതി. പിന്നെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഒരു പച്ചമുളകും 2 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ സബോളയും മഞ്ഞളും ഉപ്പും കൂടിയിട്ടാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി കടുക് വറക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലയ്ക്ക് പകരം ഈ മുരിങ്ങയിലയാണ് ഇട്ട് കടുക് വറക്കുന്നത്. ഒരു പിടി മുരിങ്ങയിലയേ ഉള്ളൂ. മുരിങ്ങയില കൂട്ടാത്തവർ ഇങ്ങനെ ഇട്ട് കടുക് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ നല്ല ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ തേങ്ങ ഇട്ട് ക്രഷ് ചെയ്യാനായിട്ട് മിക്സി എടുത്തപ്പോൾ അതിൻ്റെ അടുത്തൊരു ക്യാരറ്റ് ഇരിക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് ഈ ക്യാരറ്റും കൂടെ കിടക്കട്ടെ, ഒരു വെറൈറ്റി ആകട്ടെ എന്ന്. അങ്ങനെ ഞാൻ ഈ ക്യാരറ്റും കൂടെ ഇട്ട് ക്രഷ് ചെയ്തിട്ട് ഈ മൈക്രോഗ്രീൻ ഒന്ന് മുറിച്ചതായിരുന്നു, അതും കൂടി ഈ മിക്സിക്കകത്തോട്ട് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ അകത്ത് എല്ലാം ഇട്ടതാണ്. ഇനി ഒരു ഇരുമ്പ് ചീൻചട്ടി വെച്ചിട്ടുണ്ട്. ആ ഇരുമ്പ് ചീൻചട്ടിക്കകത്തോട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇത്തിരി ഉള്ളിയും കൂടി ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇലയും നമ്മുടെ ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി. വേവിക്കേണ്ട അധികം, ഒരു ജസ്റ്റ് 1 മിനിറ്റ് മതി കേട്ടോ. ഒന്ന് അടച്ചു വെക്കുക, ഒന്ന് ആവി കയറ്റിയാൽ മതി. അത്രേ പാടുള്ളൂ കേട്ടോ. അത് ഒത്തിരി വെന്ത് പോയാൽ അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഈ വറ്റിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും നമുക്കൊന്ന് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഇത്തിരി എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഇത്തിരി സബോള ഇല ഇടുന്ന, ഈ മുരിങ്ങയില ഇടുന്ന കാരണം ഞാൻ കരിവേപ്പില ഒന്നും ഇടുന്നില്ല, അതുപോലെ വറ്റൽമുളകും ഒന്നും ഇടുന്നില്ല. അങ്ങനെയൊക്കെയാണ് സാധാരണ എല്ലാവരും കടുക് വറക്കുന്നത്. കടുക് വറക്കുമ്പോൾ ഇത്തിരി വറ്റൽമുളക് മുറിച്ചിടാം, പിന്നെ അതുപോലെ ഉഴുന്നിടാം, പല കാര്യങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട്. നമുക്കിതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഭയങ്കര നല്ല രുചിയാണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. അപ്പം നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കും. എന്തിനാണല്ലേ ഇങ്ങനെ ഒരുപാട് വേണ്ടാത്ത സാധനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുണ്ടാക്കി നമുക്ക് രോഗങ്ങൾ വരുത്തി വെക്കുന്നത്? ഇപ്പം തന്നെ കുറേ ആൾക്കാർ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് തുളസിമാല ഇട്ട് നോൺ വെജൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെ അങ്ങനെ നടന്നവരെല്ലാം അതിലേക്ക് തിരിച്ചുപോയി. കാരണം എന്താണ്? ഞങ്ങൾക്ക് വീണ്ടും അസുഖങ്ങൾ വരുന്നു എന്ന് പറയും. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും തന്നെ വരികയില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. നല്ല എന്ത് ടേസ്റ്റാണെന്നറിയോ ഈ മൈക്രോഗ്രീൻ ഒന്നും ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ വെറുതെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ക്യാരറ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടത്. കാരണം ഞാനും മിക്സി എടുത്തപ്പോൾ എൻ്റെ അടുക്കൽ രാവിലത്തെ സാലഡ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഒരു ക്യാരറ്റ് ഇരുന്നതാണേ. അപ്പം അത് ഞാൻ അങ്ങനെ ഇട്ടതാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്.